ഫ്രണ്ട്സ്, നമ്മുടെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മഹാരാജാസ് കോളേജിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ടീച്ചിങ് നോൺ ടീച്ചിങ് കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. താൽക്കാലിക അടിസ്ഥാനത്തിലുള്ള ജോലിയാണ്, പെർമനൻ്റ് അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ പറയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 10,000 അല്ലെങ്കിൽ 15,000 ആ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. അതിന് മുൻപ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാവുന്നതാണ്. ദെൻ നമ്മുടെ ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാം. മഹാരാജാസ് കോളേജ് എറണാകുളം നിങ്ങൾക്ക് കൂടെ കാണാം. ഒരു മെയിൽ ID ഫോൺ നമ്പർ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇവിടെ BSc കെമിസ്ട്രി, അതുപോലെ എൻവയോൺമെൻറ്റ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റ്, അതുപോലെ BSc ഫിസിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നീ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഗസ്റ്റ് അധ്യാപകർ എന്ന് പറയുന്ന തസ്തികയിലേക്കും, അതുപോലെ ലാബ് അസിസ്റ്റൻറ്റ്, പാർട്ട് ടൈം ക്ലർക്ക് എന്നീ തുടങ്ങിയിട്ടുള്ള തസ്തികയിലേക്കാണ് നിലവിൽ കരാർ അടിസ്ഥാനത്തിലാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഗസ്റ്റ് അധ്യാപകരിൽ ഏതൊക്കെയാണ് വേക്കൻസിയോടെ പറയാം, അതുപോലെ പാർട്ട് ടൈം ക്ലർക്കിൻ്റെയും ഞാൻ പറയാം കേട്ടോ, അല്ല ഡാറ്റ എൻട്രീൻ്റെയും പറയാം. അപ്പോൾ ആദ്യം ഗസ്റ്റ് അധ്യാപകരിൽ നിങ്ങൾക്ക് ഫിസിക്സിന് 3 വേക്കൻസി, ഇൻസ്ട്രുമെൻറ്റേഷന് 2 വേക്കൻസി, ഇലക്ട്രോണിക്സിൽ 1 വേക്കൻസി, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇവിടെ വേക്കൻസിയോടെ ഇട്ടിട്ടില്ല. ഓക്കെ, എന്തായാലും വേക്കൻസി ഉണ്ടായിരിക്കും. ദെൻ എൻവയോൺമെൻറ്റ് കെമിസ്ട്രിയിൽ 2 വേക്കൻസി, ദെൻ മാത്തമാറ്റിക്സ് 1 വേക്കൻസി, ഇംഗ്ലീഷിൽ 1 വേക്കൻസി, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അധ്യാപകർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതത് വിഷയങ്ങൾ, ഈ പറയുന്ന ഫിസിക്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കെമിസ്ട്രിക്ക് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബിരുദാനന്തര ബിരുദം, അതായത് PG ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. ജസ്റ്റ് PG ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന MSc ഫിസിക്സ് അല്ലെങ്കിൽ ഈ പറയുന്ന കെമിസ്ട്രി അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ MA, ഓക്കെ, ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് PG ഉള്ളവർക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ BTech ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഇതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് MTech ആണെങ്കിലും അപ്ലൈ ചെയ്യാം കേട്ടോ. BTech മതി, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. എനിക്ക് തോന്നുന്നു MTech ഉള്ളവർക്കായിരിക്കും കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കുക. കാരണം ടീച്ചിങ് പോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ BTech എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, സാധാരണ നമുക്ക് PG ആണ് പറയാറ്. ഓക്കെ, അപ്പം BTech ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. മിനിമം യോഗ്യതയായിട്ട് പറയുന്നു. സാലറി കണക്കാക്കുന്നത് നിങ്ങൾക്ക് ഓരോ മണിക്കൂറിന് അടിസ്ഥാനത്തിലാണ് സാലറി തരിക. 300 രൂപയാണ് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ലഭിക്കുക. മാക്സിമം അങ്ങനെ മന്ത്ലി നമുക്കൊരു 15,000 വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് കിട്ടില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം 15,000 വരെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പാർട്ട് ടൈം ക്ലർക്ക്, എനിക്ക് തോന്നുന്നു ശരിക്കും നമുക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂളിലൊക്കെ ഇതിലും നല്ല സാലറി ഉണ്ട് കേട്ടോ. ഡെയിലി വേജ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ വളരെ കുറവാണ് കാണിക്കുന്നത്, എന്താണെന്നറിയില്ല. ഓക്കെ, ഇനി പാർട്ട് ടൈം ക്ലർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. പാർട്ട് ടൈം ക്ലർക്കിൽ നമുക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഏതെങ്കിലും വിഷയത്തിലൊരു ബിരുദം ഉണ്ടായിരിക്കുക, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വേക്കൻസി അതിലുള്ള കേട്ടോ. കമ്പ്യൂട്ടറിൽ നല്ല പരിജ്ഞാനം ഉണ്ടായിരിക്കണം, കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനമൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലൊരു ബിരുദവും പ്ലസ് കമ്പ്യൂട്ടറിൽ നല്ല നോളജും ഉണ്ട്, നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ മേഖലയിൽ ഈ പറയുന്ന ക്ലർക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന ഉണ്ടാവും. അല്ലാത്തവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം, ഈ സെലക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കാം. ഓക്കെ, എക്സ്പീരിയൻസ് വേണം, നിർബന്ധമല്ല. അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കുന്നതാണ് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് പ്രതിമാസ വേതനം 10,000 രൂപയാണ് ലഭിക്കും കേട്ടോ. ഇനി ലാബ് അസിസ്റ്റന്റ് 2 വേക്കൻസി ഉണ്ട്. ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് മുൻഗണന എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത് കേട്ടോ. ലാബ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, 6/6/2024 എന്ന് പറയുന്ന ഈ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10:30 ബന്ധപ്പെട്ട രേഖകളുമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ എല്ലാം കോപ്പീസൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നേരിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പൽ ഓഫീസിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ഓക്കെ, മഹാരാജസിൻ്റെ ആ ഒരു പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് നിങ്ങൾ എത്തണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക, 6/6/2024 കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് വേണ്ട. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ ഉണ്ടാകുക, മീൻസ് വാക്ക് ഇൻ സെലക്ഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.